അതിലൊരു കാര്യം കൂടി ചെയ്യാം. ഇപ്പോൾ ഇതിപ്പോൾ പറഞ്ഞപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ളൊരു സാധനം കൂടി ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്തേക്കാം. അത് നമ്മളുടെ മൈത്രയും പറഞ്ഞൊരു സാധനമാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ. ഇതാണ് എസൻസ് ഗ്ലോബലിൻ്റെ രാഷ്ട്രീയത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നവരുടെ രാഷ്ട്രീയമാണ് അവരുടേതും. അവർ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ആ രാഷ്ട്രീയത്തോട് സഹകരിക്കാൻ എനിക്ക് കഴിയില്ല. അടുത്ത സെൻറ്റൻസാണ് ഇതിൽ ഹൈലൈറ്റ്. വസ്തുതകളെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരാണവർ. വസ്തുതകളെ രാഷ്ട്രീയത്തിന് വേണ്ടി വസ്തുതകളെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ അതല്ലാതെ പിന്നെ തത്വങ്ങൾ എടുത്ത് വെച്ച് മാത്രം തത്വങ്ങൾ പോട്ടെ. അതായത് അസത്യങ്ങളെയും അവാസ്തവമായ കാര്യങ്ങളെയും വസ്തുതകളല്ലാത്ത കാര്യങ്ങളെയും ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി. എന്നാലേ ഞങ്ങളെ രാഷ്ട്രീയം ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഈ മൈത്രേയൻ പറഞ്ഞു വെക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ മൈത്രേയനെ മൈത്രേയൻ എന്ന് നമ്മൾ വിളിക്കേണ്ടി വരുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇവിടെ തന്നെ പറയുന്നത്, ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കാനുള്ള കൃത്യമായ കാരണം നമ്മൾ മുന്നോട്ട് വെക്കണില്ലേ? അതിനെ ഖണ്ഡിക്കാൻ ഈ പറയുന്ന മൈത്രേയന് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. പകരം മൈത്രേയൻ എന്താ ചെയ്യുന്നത്? മൈത്രേയൻ വന്നിട്ട് പറയുന്നത് അവിടെ വിഭവങ്ങൾ പങ്കുവെക്കുന്നതിലെ പ്രശ്നമാണ് ഈ പ്രശ്നത്തിൻ്റെ ഒരു കാതൽ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഒരു തരത്തിലും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണത്. നമ്മൾ പലതവണ അത് വിശദീകരിച്ച കാര്യമാണ്. എന്നിട്ടും ഇപ്പോഴും അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കോർ പ്രശ്നം എന്ന് പറയുന്നത് മതമാണ്. ആ മതത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അബ്രഹാം അക്കോർഡ്സ് അവിടെ കൊണ്ടുവന്ന് ആ ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്നത് അറബ് കൾച്ചർ മുസ്ലിങ്ങളുടെ ഇടയിലുള്ളത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമങ്ങൾ നടത്തി. സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിലടക്കം മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിച്ചതും അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത് നടക്കുന്നതും ഇന്നിപ്പോൾ അത് സിറിയയും പാകിസ്ഥാൻ വരെ അബ്രഹാം അക്കോർഡ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതും ഇവിടെ സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ ഈ മൈത്രയം വന്നിരുന്നിട്ട് പറയുന്നത് എന്താണ്? ഇത് വിഭവങ്ങൾ പങ്കുവെക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് വസ്തുത, അത് ഇവർ സമ്മതിച്ചു. അത് തന്നെ വലിയൊരു അംഗീകാരമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടതാണ്. അതൊരു അംഗീകാരമാണ്. എസൻസിലുള്ള നമ്മളെപ്പോലുള്ള ആളുകളും രവീന്ദ്രനായാലും വസ്തുതകളെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് വസ്തുതകൾ തന്നെയാണ് എന്ന് ഉള്ളൊരു എന്താ പറയുക, ഒരു അപ്രൂവലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈത്രേയന് വലിയൊരു നന്ദി നമ്മൾ അറിയിക്കണം. ആ നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മ്യൂസിക്കാണ് വേണ്ടത് പറയൂ? കയ്യടി വേണോ അതോ അറബി മൂളിച്ച വേണോ? ഇതിട്ട് കൊടുക്കാം. ഇത് മൈത്രേയന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഞങ്ങൾ വസ്തുതകൾ തന്നെയാണ് ഈ പറയുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ എന്നത് സമ്മതിച്ചു തന്നതിന് ഒരു ബിഗ് താങ്ക്സ്. അതാണ് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഓക്കെ അല്ലേ? ഒരു ചെറിയൊരു ആശ്വാസമുണ്ട്. എസൻസ് ഗ്ലോബലിന്റെ ദിസ് ഇസ് ഫോർ മൈത്രേയൻസ് അണ്ടർസ്റ്റാൻഡിങ്. മൈത്രേയൻ അറിഞ്ഞൂടാത്തൊരു കാര്യമുണ്ട്. എസൻസ് ഗ്ലോബലിന്റെ സ്റ്റേറ്റ്മെന്റ് മൈത്രേയൻ എന്നല്ല പറയേണ്ടത്, മൈത്രേയൻ. ഓക്കെ, മൈത്രേയൻ അല്ല, സതീശൻ എന്ന് വിളിച്ചാൽ മതി, കൂടുതൽ അല്ല അങ്ങനെയല്ല. സതീശൻ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എസൻസ് ഗ്ലോബലിന്റെ സ്ലോഗൻ എന്താണെന്ന് വെച്ചാൽ ഫാക്ട് ബേസ്ഡ് പോളിസി, ഹ്യൂമനിസം ബേസ്ഡ് സൊസൈറ്റി ആൻഡ് സയൻസ് ബേസ്ഡ് മെഡിസിൻ. അതിൽ ആദ്യത്തെ സാധനമാണ് ഈ ഫാക്ട് ബേസ്ഡ് പോളിസി. അത് തന്നെയാണ് നിങ്ങളും എൻഡോഴ്സ് ചെയ്തത്. താങ്ക് യു സതീഷ ഫോർ എൻഡോഴ്സിങ്. അത് നമുക്കൊന്ന് ഇവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു സാധനം അത് എവിടെയുള്ളത്? അബൌട്ട് അസിലല്ലേ? അബൌട്ട് അസിലാണ് അത് തുടങ്ങുന്നത്. സയൻസ് ബേസ്ഡ് മെഡിസിൻ, ഫാക്ട് ബേസ്ഡ് പോളിറ്റിക്സ് ആൻഡ് ഹ്യൂമനിസം ബേസ്ഡ് സൊസൈറ്റി. അപ്പോൾ ഇതിൽ ഈ ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ് ആണ്. വസ്തുതകളെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത് തന്നെയാണ് രാഷ്ട്രീയം പറയണമെന്നുണ്ടെങ്കിൽ വസ്തുത വേണം, ഡേറ്റ വേണം. ഡേറ്റ വെച്ചിട്ടാണ് ഓരോ ലോകത്തെ എല്ലായിടത്തും. കാരണം സതീശൻ ടൂറിസ്റ്റായിട്ട് മാത്രമേ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പോയിട്ടുണ്ടാവും. യൂറോപ്പിൽ പോയെന്നറിയില്ല. അവിടെ എല്ലാം തന്നെ എല്ലാ ക്വാർട്ടറിലും ഓരോ ഡേറ്റ പ്രസിദ്ധീകരിക്കും. എന്തിനാണ് ഈ ഡേറ്റ പ്രസിദ്ധീകരിക്കുന്നത്? അവിടെ മാറ്റങ്ങൾ വരുത്താനാണ്. ഇക്കണോമിക് പോളിസീസിൽ മാറ്റങ്ങൾ വരുത്താനാണ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ബയർ സെന്റിമെന്റ്സ്, മാർക്കറ്റ് സെന്റിമെന്റ്സ്, ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നതിനാണ്. ദാറ്റ് ഈസ് ഡേറ്റ. അറിയില്ല, ജീവിതത്തിൽ ജോലി ചെയ്തിട്ടില്ലാത്തതിൻ്റെ കുഴപ്പമാണ് സതീശ. എപ്പോഴെങ്കിലും ജോലി ചെയ്തിരിക്കണം. ജോലി ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഡേറ്റ നോക്കി മനസ്സിലാക്കാൻ പറ്റൂ. അല്ലാതെ ഒപ്പീനിയൻ പേസ് എടുത്ത് വെച്ചിട്ട് ഒപ്പീനിയൻസ് വായിച്ച് നോക്കിയിട്ട് കാര്യമില്ല സതീശ. ഇതാണ് എസൻസിൻ്റെ ആ ബാനർ തന്നെ. ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ്, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, ഹ്യൂമനിസം ബേസ്ഡ് സൊസൈറ്റി. പൊളിറ്റിക്സിൽ ഫാക്ട് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ പറഞ്ഞത് എന്താണ്? ഇതാണ് ഇവിടെ പറഞ്ഞത്. അതായത് വസ്തുതകളെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരാണവർ എന്ന്. അത് ഇതന്നെയാണ് നമ്മളും പറയുന്നത്. ഇതിപ്പോൾ പുതിയ കണ്ടെത്തലൊന്നുമല്ല. ഈ പറയുന്ന എസൻസ് പറയുന്നത് ഇത് തന്നെയാണ്. ഞങ്ങൾ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്സേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. അല്ലാതെ നിങ്ങളെ മാതിരി അന്ധവിശ്വാസങ്ങൾ, തത്വങ്ങൾ, യൂട്ടോപ്പിയൻ തിയറികൾ, അതും അല്ലെങ്കിൽ ഇതേപോലെ ആർക്കും വേണ്ടാത്ത ഇങ്ങനെ കാണിച്ചാൽ പുതിയ ബ്രെയിൻ സെൽസ് വളരും എന്ന് പറഞ്ഞ ആളാണ്.
ഇങ്ങനെ കാണിച്ചാൽ ഇനി കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് വരാൻ പോണെന്നാണ്. എസൻസ് അവരുടെ ആ ഒരു മെഡിസിനോട് ഉള്ള അവരുടെ സമീപനത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. കാരണം അവർ എവിഡൻസ് ബേസ് ചെയ്തിട്ടാണ് സയൻസ് ഉപയോഗിക്കുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അവർ എവിഡൻസിനെ സയൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞ് എങ്ങനെ ഉണ്ടാവും? കുറച്ചുകൂടി പോയി കഴിയുമ്പോൾ അവർ പറയും അവരുടെ സൊസൈറ്റിയോടുള്ള പ്രിൻസിപ്പിൾസ് അതെനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം അവർ ഹ്യൂമനിസത്തെ അവർ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയെ കാണുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത്രേ ഉള്ളൂ. 54 മനുഷ്യരെ ബന്ദിയാക്കി വെച്ചിരിക്കുന്ന ഇപ്പം ഇന്ന് ആരിഫ് യെല്ലോ റിബൺ ധരിച്ചിട്ടില്ല. അതായത് 54 ബന്ദികളെ തടങ്കലിൽ വെച്ചിരിക്കുന്ന ഹമാസിനെതിരെ ഏത് ശക്തി ഉപയോഗിച്ചും പ്രതിരോധിക്കാൻ അതിനെപ്പറ്റി ഒരു വാക്ക് മൈത്രേയൻ പറഞ്ഞിട്ടില്ല. അപ്പൊ മൈത്രേയന്റെ ഹ്യൂമനിസം, മൈത്രേയന്റെ സാമൂഹിക പ്രതിബദ്ധത, സതീശന്റെ സാമൂഹിക പ്രതിബദ്ധത എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഐ മീൻ ഐ ഹാവ് നോ ക്രിറ്റിസിസം ഓൺ ദിസ് മാൻ. എനിക്കറിയില്ലായിരുന്നു പുള്ളിക്ക് ജീവിതത്തിൽ ഒരു പണിയും ചെയ്യാത്തൊരു മനുഷ്യനാണെന്നുള്ള. അപ്പൊ ഏതായാലും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഇത് കാപട്യാണെന്ന് മാത്രമല്ല, ഇവരുടെ ഈ പറയുന്ന സാധനം പൊളിഞ്ഞു വീണു. അതായത് ഇപ്പൊ രവീന്ദ്രനോടുള്ള എതിർപ്പാണോ എസൻസിനോടുള്ള വിയോജിപ്പാണോ എന്ത് തന്നെ ആയാലും ശരി, നിങ്ങൾ ഈ പറഞ്ഞ സാധനം നമ്മൾക്കുള്ള ഒരു പൊൻതൂവലായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് വസ്തുതകളെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർ എന്നുവെച്ചാൽ രാഷ്ട്രീയത്തിൽ വസ്തുതകളാണ് നമ്മൾ പിൻപറ്റുന്നത് എന്നത് നിങ്ങൾ തന്നെ സമ്മതിച്ചു തരുന്നത്. ദാറ്റ്സ് ഒരു എന്താ പറയുക, ഒരു മോണ്യുമെന്റൽ അച്ചീവ്മെന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. താങ്ക് യു സതീശനല്ല മൈത്രേയൻ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ, സബ്സ്ക്രൈബ്, അതുപോലെ മറ്റു തരത്തിലുള്ള ഡൊണേഷൻസ്, കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് വീണ്ടും കാണാം.